നമസ്കാരം. ഇന്ന് ജൂലൈ 21. സാമൂഹ്യ നവോത്ഥായകരിൽ ഒരാളുടെ ജന്മദിനമാണ് ഇന്ന്. സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ തന്റെ കഴിവ് തെളിയിച്ച ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിയായ ബിസിനസ്സുകാരന്റെ ജന്മദിനമാണ് ഇന്ന്. ഏകദേശം 55 വർഷമായി, അതായത് 5 പതിറ്റാണ്ടിലേറെയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സബര്യ ചിട്ടി എന്ന രംഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പടുത്തുയർത്തിയിട്ടുള്ളൊരു വലിയ സാമ്രാജ്യം. ഇന്ത്യ ഒട്ടാകെ ഏകദേശം 480-ലധികം ബ്രാഞ്ചുകൾ, 10,000-ലധികം വരുന്ന സഹയാത്രികർ, അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ എന്ന് അദ്ദേഹം പറയാറില്ല, കുടുംബാംഗങ്ങൾ എന്നാണ് അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, ഒരുപാട് മേന്മയുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഗോകുലം ഗോപാലൻ. പ്രത്യേകിച്ച് ഒരു വ്യവസായി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വ്യവസായം എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളാണ്. ആ ഇടപാടുകളിൽ ഒരാളുടെയും കണ്ണുകൾ നിറയരുത് എന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള സത്യസന്ധതയാർന്ന ഇടപെടലുകൾ നടത്തി ജീവിതത്തിൽ വലിയ വിജയം കൈവരിച്ച 7,000-ലധികം കോടി രൂപയുടെ സാമ്പത്തിക ശ്രേണി കൈവരിച്ചിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലന്റെ ജന്മദിനം ഇന്ന് മലയാളികൾ ഒന്നിറങ്ങും ആഘോഷിക്കുന്ന കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ കൺവെൻഷൻ സെന്റർ ആയിട്ടുള്ള ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ഇന്ന് കല്ലൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ന് ഈ പരിപാടികൾക്കൊക്കെ ഉദ്ഘാടകനായിട്ട് എത്തുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ കേരളത്തിലെ ഈ പറയുന്ന ഗോകുലം ചിറ്റ് ആൻഡ് ഫൈനാൻസിന്റെ 4,000-ലധികം വരുന്ന കുടുംബാംഗങ്ങൾ തൂഫാൻ വാരിയേഴ്സായി മാറുന്ന കാഴ്ച കൂടി നിങ്ങൾക്ക് കാണാം. അതിലുപരിയായിട്ട് ഇന്ന് മറ്റൊരു വലിയ ശ്രേഷ്ഠമായ കാര്യം കൂടി ഗോകുലം ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളുടെ മെഡിക്കൽ കോളേജിലെ, അതായത് കൊച്ചി മെഡിക്കൽ കോളേജിലെ, എറണാകുളം മെഡിക്കൽ കോളേജിലെ നവാഗതരായിട്ട് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ഉള്ള ബെഡുകളുടെ ആയിരക്കണക്കിന് ബെഡുകൾ സംഭാവന ചെയ്തുകൊണ്ടാണ് തന്റെ ഈ ജന്മദിനം അദ്ദേഹം ആഘോഷിച്ചത്. അതിലെ ആദ്യത്തെ ഒരു ബെഡ് സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ DMO കൂടിയായിട്ടുള്ള ഡോക്ടർ ഷാഹിർ ഷാ അതിന്റെ ഉദ്ഘാടനവും ഈ വേദിയിൽ വെച്ച് നടത്തും. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, അതുപോലെ ചലച്ചിത്ര മേഖലകളിലുള്ള പ്രമുഖർ ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു വലിയ ഗോകുലം ഗ്രൂപ്പിന്റെ അധ്യക്ഷന്റെ ജന്മദിനത്തിന് സാക്ഷിയാകുവാനായിട്ട് ഇന്നിവിടെ എത്തുന്നുണ്ട്. മലനാട് ടിവിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ രഞ്ജി വർഗീസ് അടക്കമുള്ളവർ, അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡിലുള്ള ജയേഷ് അടക്കമുള്ളവർ ഇന്നവിടെ സന്നിഹിതരായിരിക്കും. അവരും നമ്മളുടേതായിട്ടുള്ള ആശംസകൾ അർപ്പിക്കുവാൻ സ്റ്റേജിലെത്തുമെന്ന് വിചാരിക്കുന്നു. എനിവേ, എന്തായാലും മലനാട് ടിവിയോടൊപ്പം ഒരുപക്ഷെ 15 വർഷങ്ങൾക്ക് മുമ്പ് മലനാട് ടിവിയുടെ കാര്യങ്ങൾ കേട്ടറിയുന്നതിനും അതുപോലെ തന്നെ മലനാട് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഏറെ ശ്ലാഘിക്കുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ധർമ്മവേദി എന്ന് പറയുമ്പോൾ SNDP തന്റെ സമുദായം, ആ സമുദായത്തിന്റെ മുന്നോട്ടുള്ള യാത്രകൾക്കിടയിലുള്ള ആ ഉച്ചനീചിത്വങ്ങളല്ല, അതിന്റെ ശോചനീയമായിട്ടുള്ള സാഹചര്യങ്ങളുടെ കടന്നുപോയപ്പോൾ അതിന്റെ പ്രതികരിച്ചൊരു വ്യക്തി കൂടിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടൊരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ധർമ്മവേദി എന്നുള്ള ഒരു വലിയ സംഘടന അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി. ഞാൻ ഇപ്പോൾ വിശിഷ്യ പറഞ്ഞാൽ ഞാനൊരു ശ്രീനാരായണീയനാണ്, ഒരുപക്ഷെ SNDP-കാരനായിരിക്കത്തില്ല. അങ്ങനെ വിവിധ മതങ്ങളിലുള്ളവർക്ക് കൂടി ശ്രീനാരായണീയനാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തൊരു സംഘടന, ഏക സംഘടന കൂടിയാണ് ധർമ്മവേദി എന്ന് പറയാം. അങ്ങനെ എന്തുകൊണ്ടൊക്കെയോ ഒരുപക്ഷെ സമുദായ സംഘടനകളുടെ തലപ്പത്തൊന്നും വന്നില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ സാമുദായിക കൂട്ടായ്മയ്ക്ക്, ശ്രേഷ്ഠതയ്ക്ക് ഒക്കെ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ഒരുപക്ഷെ സമുദായ സംഘടനകൾക്ക് മനസ്സിലാകാതെ പോയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ കൽപ്പനകൾ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ എന്ന സിനിമ തന്നെ അദ്ദേഹം ചലച്ചിത്ര കാവ്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. നഷ്ടങ്ങൾ സംഭവിച്ചാലും ചലച്ചിത്ര രംഗത്തേക്ക് വൻ ബിഗ് ബജറ്റ് സിനിമകളുടെ ഒരു ശ്രേണി ഒരുക്കുവാൻ, മലയാള സിനിമയെ ലോക സിനിമകളുടെ ശ്രേണികളിൽ, ബിഗ് ബജറ്റ് സിനിമകളുടെ ശ്രേണിയിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് ഗോകുലം മൂവീസ്, വിതരണ കമ്പനി കൂടിയാണത്. അങ്ങനെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത ഒരു പേരായി വളർന്ന ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ബഹുമാന്യനായിട്ടുള്ള വ്യവസായിയും സാംസ്കാരിക നായകനും സാമുദായിക ആചാര്യനുമൊക്കെയായ ശ്രീ ഗോകുലം ഗോപാലന്റെ 83ാമത് ജന്മദിനം മലനാട് TV ഇന്ന് ആഘോഷിക്കുന്നു നിങ്ങളോടൊപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വിശദമായ രംഗങ്ങൾ കാണണമെങ്കിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ നിന്നാൽ പറയാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മലനാട് ടിവിയുടെ കാക്കനാടുള്ള കോർപ്പറേറ്റ് ഓഫീസിനുള്ളിലുള്ള സ്റ്റുഡിയോ നമ്പർ 1 ആണ്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നതെങ്കിൽ
ബാക്കിയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നിന്നും ജയേഷും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ചീഫായിട്ടുള്ള HOD കൂടിയായിട്ടുള്ള ആന്റണി ജോർജുമാണ്. അവിടെ അവരെത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓവർ ടു ഗോകുലം പാർക്ക്. ഏറ്റവും ഇന്നത്തെ കാരണം എനിക്ക് പല ഇവിടെ എൻ്റെ പ്രിൻസിപ്പൾമാരിവിടെ ഉണ്ട്. ഇന്ന് എല്ലാ സ്കൂളിലും കാണുന്നത് വല്ലാത്തൊരു ദുരിതം, എല്ലാത്തിനും വേദനകരമായൊരു കാര്യമാണ്. നമ്മളെ പറന്ന് വന്ന് നമ്മുടെ നാളെ പ്രധാനമന്ത്രിയും നമ്മളെ എല്ലാ ഇന്ത്യ ഭരിക്കേണ്ട നേതാക്കന്മാരാണ് നമ്മൾ ഇന്നത്തെ പിള്ളേർ.